തൃശൂരിലാണ് ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ യോഗം ചേരുന്നത്. KSRTCയിലെ സൗജന്യ യാത്ര ചർച്ചയാകും. ഒപ്പം തന്നെ ഇന്ധനവില വർധനവും ചർച്ച ചെയ്യും. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ്. ഹരീഷ്, നമുക്കറിയാം സൗജന്യ യാത്ര KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് മുതൽ അവർ പ്രതിഷേധത്തിലായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ധനവില വർധനയും വന്നിരിക്കുന്നു. ഈ ഒരു സൗജന്യ യാത്രയും അതുപോലെ തന്നെ ഇന്ധന വർധനവും ഒക്കെ സ്വകാര്യ മേഖലയുടെ നടുവൊടിക്കും എന്നുള്ളൊരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായിട്ടും അതുതന്നെയാണ്. അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സൗജന്യ യാത്ര KSRTC ഒരുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പ്രൈവറ്റ് ബസ് ഉടമകളെയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ്. അതായത് ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് ആണ് ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്നത്. ആ ഒരു മീറ്റിംഗിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരിക്കും ചർച്ചയാവുക. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു KSRTCയിലെ സൗജന്യ യാത്ര. ഇത്തരത്തിൽ KSRTC സൗജന്യ യാത്ര ഒരുക്കുമ്പോൾ അത് ഈ ഒരു പ്രൈവറ്റ് ബസ് മേഖലയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. രണ്ടാമത്തത് ഇന്ധനവില വർധനവാണ്. ഇന്ധനവില വർധനവ് വലിയ രീതിയിൽ ഈ ഒരു പ്രൈവറ്റ് ബസ് സെക്ടറിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഉടമകളെ, ബസ് ഉടമകളെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വലിയ നഷ്ടത്തിലാണ് പല ബസ്സുകളും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇന്ധനവില കൂടി വർദ്ധിപ്പിച്ചാൽ അത് ഈ ഒരു മേഖലയ്ക്ക് തന്നെ വലിയ ഒരു തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ചയാകുന്നത്. 12-ഓടുകൂടി തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ അധികൃതർ, ഈ ഒരു അസോസിയേഷൻ്റെ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓർഗനൈസേഷൻ്റെ ആളുകൾ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. അതിൽ കൃത്യമായി തന്നെ ഇവരുടെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ കൂട്ടായ്മ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുത്തും. ഈ KSRTC അടക്കം നഷ്ടത്തിലാണ്. നഷ്ടത്തിനോടൊപ്പം തന്നെ ഈ സൗജന്യ യാത്രയും കൂടി KSRTC മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ KSRTCക്ക് ഒപ്പം തന്നെ അത് പ്രൈവറ്റ് മേഖലയും പ്രൈവറ്റ് ബസ് മേഖലയും കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നൊരു വിലയിരുത്തൽ മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ ഇന്ന് ഈ സംസ്ഥാന തല യോഗം പോലെ, അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ള എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട്, ഈ ഒരു പ്രൈവറ്റ് ബസ് ഓണേഴ്സിനെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് തൃശ്ശൂരിൽ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു മീറ്റിംഗിൽ. പ്രധാനപ്പെട്ട ചർച്ചകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് സൗജന്യ യാത്രയും മറ്റൊന്ന് ഇന്ധനവില വർധനവും. ഇത് രണ്ടും, ഈ രണ്ട് കാര്യത്തിലും കൃത്യമായ രീതിയിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൈവറ്റ് ബസ് സെക്ടർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അവരുടെ നഷ്ടം നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ ഈ ബസ് ഓർഗനൈസേഷൻ്റെ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ വേണമോ, അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് മുന്നോട്ട് വെക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. 12 കൂടി തന്നെ ബ്രീഫിംഗ് ഉണ്ടായിരിക്കും. അതിൽ കൃത്യമായി ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ വേണ്ടത്, ഈ ഒരു പ്രൈവറ്റ് ബസ് മേഖല പുഷ്ടിപ്പെടുത്താൻ വേണ്ടി, അല്ലെ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും. എന്തായാലും ഈ നിലപാടുകൾ, അതായത് ഈ KSRTCയുടെ സൗജന്യ യാത്രയും അതുപോലെ തന്നെ ഇന്ധനവില വർധനവും, ഈ രണ്ട് കാര്യങ്ങൾക്കെതിരെ വലിയ എതിർപ്പാണ് ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. എന്തായാലും മീറ്റിംഗ് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ വ്യക്തത വരും.